മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ടു. അദ്ദേഹം സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അജിത് പവാറിനെ കൂടാതെ 5 പേരും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ 5 പേരും മരണപ്പെട്ടതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രദേശമായ ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. 66 വയസ്സുകാരനായ അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഉപമുഖ്യമന്ത്രിക്ക് ആദ്യം ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് പരന്നത്. അവസാനം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു എന്ന വാർത്ത കേട്ടതോടെ മഹാരാഷ്ട്ര മാത്രമല്ല ഇന്ത്യ തന്നെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. വിമാനം റൺവേയിൽ വെച്ച് ഇടിച്ച് തെന്നുമാറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അജിത് പവാറിൻ്റെ ജന്മനാട്ടിൽ വെച്ച് തന്നെയാണ് അപകടമുണ്ടായത് എന്നുള്ളത് ആ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അജിത് പവാറിൻ്റെ സ്വകാര്യ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. രാവിലെ ഏകദേശം 8 മണിയോടുകൂടി മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബാരാമതിയിൽ ഇന്ന് അജിത് പവാറിന് 4 പൊതുയോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് എല്ലാ പൊതുയോഗങ്ങളിലും പങ്കെടുക്കണമെന്ന നിർബന്ധത്തോടു കൂടി തന്നെ രാവിലെ അദ്ദേഹം സ്വന്തം അനുയായികളോടൊപ്പം അംഗരക്ഷകന്മാരോടൊപ്പം പുറപ്പെടുകയായിരുന്നു. ഈ യോഗങ്ങളിൽ അജിത് പവാറിനെ കാത്തുനിന്ന എല്ലാവരും കണ്ണീരോടെയാണ് ഈ വാർത്ത കേട്ടത്. അഹമ്മദ്നഗർ ജില്ലയിലെ ദിയോലാലി പ്രവാരിയിലാണ് അജിത് പവാർ ജനിച്ചത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റും 4 തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന ശരത് പവാറിൻ്റെ സഹോദരനായ അശതായ് പവാറിൻ്റെയും അനന്തറാവു പവാറിൻ്റെയും മകനാണ് അജിത് പവാർ. ദിയോലാലി പ്രവാരിയിലെ സ്കൂളിൽ പഠിച്ചുവെങ്കിലും പിതാവിൻ്റെ മരണശേഷം കുടുംബത്തെ സഹായിക്കുന്നതിനായി കോളേജ് പഠനം തന്നെ ഉപേക്ഷിച്ച വ്യക്തിയാണ് അജിത് പവാർ. 2024 ഡിസംബർ മുതൽ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കീഴിൽ ഏക്നാഥ് ഷിൻഡെയോടൊപ്പം തന്നെ മഹാരാഷ്ട്രയുടെ 8ാമത്തെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു അജിത് പവാർ. മഹാരാഷ്ട്രയുടെ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച നേതാവാണ് അജിത് പവാർ. വിവിധ സർക്കാരുകളിൽ 6 തവണ അദ്ദേഹം ഈ സ്ഥാനത്ത് തന്നെ സേവനമനുഷ്ഠിച്ചു. പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫട്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ എന്നിവരുടെ മന്ത്രിസഭകളിലെല്ലാം ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ പ്രവർത്തിച്ചു. 2022 മുതൽ 2023 വരെ മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചിരുന്ന നേതാവാണ് അജിത് പവാർ. 1991 ബാരാമതി ലോകസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. ഏതായാലും ഒരു ദീർഘകാലത്തെ മഹാരാഷ്ട്രയുടെ നേതാവ് എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച അജിത് പവാർ അവസാനം വലിയൊരു ദാരുണമായ അന്ത്യത്തിലൂടെയാണ് വിട പറഞ്ഞ് മഹാരാഷ്ട്രയെ കണ്ണീരിലാട്ടിയത്.